ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പുതിന റൈസാണ്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കുഞ്ഞമ്മയാണ്, രാജകുഞ്ഞമ്മ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ക്യാരറ്റ്, സവാള, ക്യാബേജ്, അതേപോലെ ഒരു പിടി പുതിന, ഒരു കൈ പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് വഴിയേ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് എണ്ണ ചൂടാക്കി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കടലപ്പരിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിയുന്നത് പോലെ അങ്ങ് മൂത്ത് പോകണ്ട, ഒരു മീഡിയം. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചുവന്നമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നമുളകിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി പച്ചക്കറികൾ, അതായത് ക്യാരറ്റും ക്യാബേജും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് ഉള്ളി വഴറ്റിയത്. അത് അന്നേരം ഞാൻ പറയാൻ വിട്ടുപോയി. റൈസ് ആണെങ്കിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളി വഴറ്റിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ റൈസും കൂടി മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പം ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ എന്തോ ചെയ്യും. കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. പച്ചക്കറി അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുതിനയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ വെള്ളത്തിന് പകരം ഇവിടെ തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. തൈര് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പച്ചമുളക് ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിക്കനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂട്ടേണ്ടി വരത്തില്ലായിരിക്കും, കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നല്ലപോലെ ഇതേപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ കൂട്ടിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അളവ് ഞാൻ പച്ചമുളകിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ. വെളുത്തുള്ളി ഞാനൊരു 8-9 അല്ലി എടുത്തായിരുന്നു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് നേരത്തെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പൊന്നിയരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറി ഏകദേശം. ഞാനപ്പോൾ പൊന്നിയരി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് എടുത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കിച്ചിരി ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ മൊത്തത്തിലെല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി പാട് വിട്ടു. അമ്മയാണ് ഹെൽപ്പ് ചെയ്ത്. അമ്മ ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നു നല്ലപോലെ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ട് ഒരു 5 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ച് വയ്ക്കുക. പിന്നെ പുതിന റൈസ് എടുത്ത് നമ്മൾ കഴിക്കാന്നുള്ളതേ ഉള്ളൂ. ശരിക്കും റൈസിന് കുറച്ചും കൂടി ഒരു പച്ച കളർ ഉണ്ടായിരുന്നു, പക്ഷെ ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് അറിയുന്നില്ലത്. കുറച്ചും കൂടി ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അടുത്ത് അഭിപ്രായം പറയണം. ചടപടിയെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് അല്ലേ ഇത്? അത്ര ഈസി അല്ലേ ചെയ്യാനായിട്ട്? അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.